അപ്പം ഇന്നൊരു മിനി വ്ളോഗ് ആയാലോ. അപ്പം ഇന്ന് ഇതാ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വേഗം പുട്ടൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിങ്ങനെ വാഴൻ്റെലിയിൽ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴൻ്റെലിക്കാണ് കേട്ടോ പുട്ട് കുത്തി കൊടുക്കുന്നത്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട്, ഞായറാഴ്ച അല്ല സ്കൂളില്ലാത്തൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് കുറച്ചധികം തന്നെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് പുട്ടക്ക് കറിയൊന്നുമില്ല കേട്ടോ, പഴം ഉണ്ടായിന്. അങ്ങനെ പുട്ടും പഴമൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് ന്യൂട്രിലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എള്ള് കഴുകി വെച്ചിട്ടുണ്ടേന്. അപ്പോൾ മഴ കാരണം എള്ള് ഉണക്കാൻ ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞാനിത് അതേപോലെ നമ്മളിങ്ങനെ കഴുകിയിട്ട് ഓട്ടപാത്രത്തിലാക്കിയിട്ട് വെക്കും. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്നിങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിങ്ങനെ ചാക്കിലാക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓരത് പിന്നെ ചൂടാക്കി തരും. അപ്പം പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഒന്നും കൂടെ വറുത്തെടുക്കും. അപ്പോഴേ ആ വറുത്തൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെള്ളമൊക്കെ ചോർന്ന് വന്നതിന് ശേഷം ബാബുവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. ബാബു മില്ലിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വേഗം നമുക്ക് ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പം ഇന്ന് അനിയത്തി ഉണ്ടെന്ന് എനിക്ക് ഹെൽപ്പിന്. അനിയത്തി നാത്തൂനും ഒക്കെ ഉണ്ട് കേട്ടോ ഹെൽപ്പിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് ഓർഡർ ഇങ്ങനെ പെൻഡിങ്ങിലായിട്ട് കിടക്കേന്. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എള്ള് ചൂടാക്കാൻ കൊടുത്തിട്ടില്ലേനു. പിന്നെ ബാബു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്ത് പോകണ്ടേനു, ഒരു പുറത്ത് പോയിട്ടുണ്ടേനു. അപ്പോൾ ഞാനും അനിയത്തിയും പോയിട്ട് മില്ലിൽ പോയിട്ട് എള്ളൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളൊക്കെ വറുത്ത് പൊടിച്ച്, ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ്. പിന്നെ ഈ എള്ള് വറുക്കണതും അതേപോലെ തന്നെ നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, ബദാം, അതേപോലെ തന്നെ പിന്നെ കടല, പിന്നെ അവില്, അരി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് പിന്നെ നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ ലഡു രൂപത്തിലാക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് സെയിൽ ചെയ്യുന്നത്. പിന്നെ എള്ളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 100% വിശ്വസിച്ചിട്ട് വാങ്ങിക്കുക. അത്രയും ഗ്യാരണ്ടി ഞാൻ തരുന്നുണ്ട് കേട്ടോ. പിന്നെ അതെന്താ വെച്ചാൽ ഞാൻ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് കുറേ മുന്നേ നമ്മളമ്മ ഉണ്ടാക്കി തന്ന ആ ഒരു രീതിയിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത്. പിന്നെ അമ്മൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എല്ലാവർക്കും കഴിക്കട്ടെ, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വയസ്സായവർക്കും അതേപോലെ പ്രസവിച്ചെടുക്കണ ഉമ്മമാർക്കും വയസ്സറിയിക്കുന്ന പെൺകുട്ടികൾക്കും സുന്നത്തിലാണ് കഴിച്ചെടുക്കുന്ന ആൺകുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കട്ടോ. പിന്നെ കുട്ടികളെ എല്ല് വളർച്ചക്കൊക്കെ സൂപ്പർ ഫുഡാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ലേഹ്യമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ലേഹ്യം ചില കുട്ടികൾക്ക് അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ലേഹ്യം കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ ഇതിന്. ഇത് നല്ലൊരു മിഠായി കഴിക്കണ പോലെയാണ് തോന്നുള്ളൂ. നമ്മൾ ശർക്കരയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികളെ വളർച്ച മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കും. അപ്പോൾ ഇത് നമ്മളെ കരുളായി പഞ്ചായത്തിലെ CDS ചെയർപേഴ്സൺ സുനിത ചേച്ചിയും അതുപോലെ തന്നെ നമ്മളെ കരുളായി പഞ്ചായത്തിലെ MEC നുസ്രത്ത് മേഡം ആണ് കേട്ടോ. നമ്മളെ സംരംഭം കാണാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ന്യൂട്രിലോഡ് കഴിച്ചിട്ടേ നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ